ഭീകരവാദത്തിന്റെ ഇരുട്ടുമൂടിയ പാകിസ്ഥാന്റെ ആകാശത്ത് ഇന്ത്യയുടെ പ്രതികാരത്തിന്റെ സിന്ദൂരപ്രഭ. കനലിൽ കത്തിയെരിഞ്ഞ പക സംഹാര രൂപം കൊണ്ടു. ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ കുറിച്ചിട്ടതാണ് ഈ ദിവസം ഞങ്ങൾ ഇന്ത്യക്കാർ മറക്കില്ല. ഇനി നിങ്ങളും. നിഴൽ യുദ്ധത്തിനിറങ്ങിയ ഭീരുക്കളായ ഭീകരവാദികൾ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്റെ രാജ്യത്തിന് നിമിഷങ്ങൾ മതിയായിരുന്നു അടിവേരറുക്കാൻ അടിയുറച്ചു മുന്നോട്ട്. From the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. തോക്കിലൂടെ വിദ്വേഷത്തിന്റെ വിത്തുപാകാൻ ഇറങ്ങിയവർക്ക് തെറ്റി. മതം നോക്കി ഭീകരവാദം നിറയൊഴിച്ചപ്പോൾ ഈ രാജ്യം വിറങ്ങലിച്ചു പോകുമെന്ന് കരുതിയെങ്കിൽ നിനക്കൊക്കെ പിഴച്ചു. രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ ഒന്നായി. വൈവിധ്യങ്ങളുടെ കലവറയിൽ ഞങ്ങൾ ഉദകക്രിയൊരുക്കി. Through the dust and the storm, I'll find you. Through these machines I'll carry. The burden of my brothers and sisters' pain. So I'll find you. You can hide in the distance between shadow and dust. But I'll strike you down when you betray our trust. So I'll find you. That's my job. That's my mission. That's my promise. I'll find you. സീമന്തരേഖയിലെ സിന്ദൂരം അതിനുള്ള കനലായി. മോദിയോട് പോയി പറയാനുള്ളത് രാജ്യം കേട്ടു. വിധവകളായ സ്ത്രീകളുടെ കണ്ണീരിന് മറുപടി പറയിപ്പിക്കാൻ ഈ രാജ്യത്തിനറിയാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിൽ കോറിയിട്ട പേര്. मैं तो इस नाम से बहुत ज़्यादा रिलेट कर सकती हूँ बिकॉज ऑफ दिस इंसिडेंट मैंने तो अपनी ज़िंदगी खो दी है एक, और अभी शायद किसी को नहीं पता कि मैं what am I going through and nobody can relate to it because it's only me who has gone through that. तो ये नाम बहुत सही है क्योंकि इस इंसिडेंट की वजह से बहुत औरतों ने, बहुत बहनों ने, बहुत माँओं ने अपनी जान खोई है, अपना एक हिस्सा खो दिया है. तो ये नाम एकदम सही है, बट आई ऑल्सो होप कि ऐसा ऑपरेशन कभी दोबारा करने की सिचुएशन ना आए, क्योंकि ऐसा कुछ किसी और के साथ दोबारा कभी ना हो. ഭീകരാക്രമണം കഴിഞ്ഞ് 14 ദിവസം ഇന്ത്യ ആക്രമിക്കാതിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അത് മറന്നു തുടങ്ങിയെന്ന്. നയതന്ത്ര തലത്തിൽ വരിഞ്ഞു മുറുക്കി വെറുതെ വിടുമെന്ന് മോഹിച്ചിട്ടുണ്ടാകും. പതിവ് പരിപാടികളുമായി പ്രധാനമന്ത്രിയും രാജ്യവും മുന്നോട്ടു പോയപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് കരുതിയോ?
പിഴവ് തിരുത്താൻ, പശ്ചാത്തപിക്കാൻ ശത്രുവിന് കിട്ടിയ സമയം പോലും പ്രകോപനത്തിൻ്റെതാക്കി. ഹൃദയത്തിൽ കോറിയിട്ട സിന്ദൂരം തീയായി പാകിസ്ഥാന്റെ ഒരു രാത്രിയെ പകലാക്കി. വെറും 25 മിനിറ്റ് നേരം കൊണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായി. ഭീകരവാദികളുടെ കോട്ടകൾ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സിന്ദൂര പ്രഹരം. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കരുതലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളായി. ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ക്യാമ്പുകൾ, ജെയ്ഷെ മുഹമ്മദിന്റെ, ലഷ്കർ ഇ തോയ്ബയുടെ വിദ്വേഷശാലകൾ, അവിടെ ഭീകരവാദം പരിശീലിച്ച ഭീകരർ എല്ലാം തകർത്തെറിഞ്ഞു. ലഷ്കർ ഭീകരരായ ഹാഫിസ് അബ്ദുൽ മാലിക്, വക്കാസ്, അങ്ങനെ നീളുന്നു പട്ടിക. ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെയും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെയും കേന്ദ്രങ്ങൾ ഇന്ത്യൻ തിരിച്ചടിയിൽ നിലംപരിശായി. മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മണ്ണടിഞ്ഞു. ഭീകരപ്രവർത്തനം നടത്തി ഭീകരതയുടെ തറവാട്ടിൽ അന്തിയുറങ്ങാൻ അനുവദിക്കില്ലെന്ന ഇന്ത്യയുടെ താക്കീതാണിത്. भारत माता की। साथियों, प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है। भारत ने अपनी सरजमी पर हुए हमले का जवाब देने के लिए अपने राइट टू रेस्पॉन्ड का इस्तेमाल किया है और हमारी यह कार्रवाई बेहद सोच समझकर सधे हुए तरीके से की गई है। आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है। मैं पुनः हमारे आर्म्ड फोर्सेस के शौर्य को मैं नमन करता हूं। ഞങ്ങൾ എന്തു ചെയ്തുവെന്ന് പാകിസ്ഥാനെ അറിയിച്ചത് സിന്ദൂരപ്രഭയുള്ള നാരീശക്തി. Operation Sindoor was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. Over the last 3 decades, Pakistan has systematically built terror infrastructure. It is a complex web of recruitment and indoctrination centers, training areas for initial and refresher courses, and launch pads for handlers. These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir area. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി, മതേതര ഇന്ത്യ മതരാഷ്ട്രമായ പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്. मरकज ताइबा मुरीद के यह आईबी से 18 से 25 किलोमीटर दूरी पर है। 2008 के मुंबई हमले के आतंकी भी यहीं से प्रशिक्षित हुए थे। अजमल कसब व डेविड हेडली भी यहाँ ट्रेन हुए थे। मैं आप सबको बताना चाहती हूँ कि किसी भी सैन्य ठिकाने का निशाना नहीं बनाया गया और अभी तक किसी तरह की नागरिक क्षति की रिपोर्ट नहीं है। ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന നിമിഷം. The latest attack in Pahalgam has understandably generated deep anger in Jammu and Kashmir and in other parts of India. It was deemed essential that the perpetrators and planners of the 22nd April attack be brought to justice. Despite a fortnight having passed since the attacks, there has been no demonstrable step from Pakistan to take action against the terrorist infrastructure on its territory or on territory under its control. मैं यही कहना चाहूँगी कि मेरे हस्बैंड ने ही वॉज इन द डिफेंस फोर्सेज एंड यू नो व्हेन ही हैड जॉइन्ड द डिफेंस फोर्सेज वो यही चाहता था दैट ही वांटेड टू प्रोटेक्ट द पीस इन दिस कंट्री. ही वांटेड टू मेक श्योर दैट इनोसेंट लाइव्स आर नॉट गॉन इन दिस कंट्री. ही वांटेड टू मेक श्योर दैट देयर इज नो हेट्रेड एंड टेरर इन दिस कंट्री एंड दिस ऑपरेशन signifies his spirit that there will terrorism, hatred will not be tolerated by the Indian government. And I'm thankful to the Indian government that they've taken this operation, but I also request them to not end it here. I want them to make sure that this is just the start of end of terrorism in our country, so that no one ever has to go through what I am going through right now.
അച്ഛനെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട ആരതിമാർക്കുള്ള തിലകക്കുറി. ഒരു അഭിമാനവും എന്തോ ഒരു റിലീഫ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. കാരണം അച്ഛനില്ലാത്ത ഈ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനില്ലാതെ അച്ഛനെയും കൂട്ടി ഞങ്ങൾ പോയ ഒരു ട്രിപ്പിനാണ് അച്ഛനില്ലാതെ ഞാൻ അച്ഛനെ ഒരു കോഫിനിലാക്കി മടങ്ങേണ്ടി വന്നത്. അന്ന് തുടങ്ങി ഇന്ത്യ എപ്പോഴും തിരിച്ചടിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്ന അറിയാതെ എങ്ങനെ അടിക്കും, എല്ലാവരെയും കിട്ടുമെന്നുള്ള ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങളും പറ്റുന്ന സമയത്തൊക്കെ ന്യൂസ് ക്ലോസ്ലി വാച്ച് ചെയ്യണമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, ഇങ്ങനെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി, അതും ഈ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പ് മാത്രം എയിം ചെയ്ത് നടന്ന ഈ തിരിച്ചടിക്ക് വളരെ ഐ എം ബീങ് വെരി പ്രൗഡ് ബീങ് എൻ ഇന്ത്യൻ അറ്റ് ദിസ് മൊമെന്റ്. ആൻഡ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ വെറുതെ ഫോട്ടോയും എടുത്ത് സംസാരിച്ച് ഒരു ഹാപ്പി ആയിരുന്നുള്ള ഒരു മൊമെൻറ്റിനെയാണ് അവരൊരു ഗൺ ഷോട്ടിൽ തീർത്ത് കളഞ്ഞത്. ഇതേമാതിരി ഇന്ത്യക്കും ഇന്ത്യയിലെ ഇന്നസെൻ്റ് ആയുള്ള ആൾക്കാർക്കും എതിരെ വരുന്ന ഈ ടെററിസ്റ്റ് അറ്റാക്ക്, അത് ഇനിയും ഇന്ത്യ ഇതുപോലെ തന്നെ തിരിച്ചടിക്കണം. ഒരിക്കലും ഈ തീവ്രവാദം വളർത്തണ ഒരു രാജ്യത്തെയും, ഇപ്പോൾ പാകിസ്ഥാനാണെന്ന് സഹായിക്കുന്നതെന്ന് നമ്മൾ ന്യൂസിൽ കൂടെ കണ്ടു കഴിഞ്ഞു. അവിടെ തന്നെ പോയി ഈ 9 ക്യാമ്പുകൾ തകർക്കുന്നു. അപ്പോൾ ഇത് ഇനിയും തുടരണം. തീവ്രവാദം ഇന്ത്യയിലേക്ക് ഇങ്ങനെ തീവ്രവാദികൾ വന്നാൽ ഇതായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന് കാണിക്കുന്ന ഈ ഒരു ആക്ട് ഇങ്ങനെ തന്നെ മൂവ് ഫോർവേഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എ ബിഗ് സല്യൂട്ട് ടു ദ പ്രൈം മിനിസ്റ്റർ, ടു ദ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആൻഡ് ടു ദ ആർമി. ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ ആർമി. കാരണം ഈ ഒരു സംഭവം, അത്രയും ഫാമിലീസിൽ നടന്ന സംഭവം സ്വന്തമായിട്ട് അവരുടെ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു സങ്കടമായിട്ട് എടുത്തു എന്നുള്ളതാണ് ആ ഒരു ക്യാപ്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പെങ്ങും ഉണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്ടിണിയിലായിട്ട്, കാശ്മീർ പട്ടിണിയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്ക് കടപ്പാടുകൊണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ഓരോ പുൽനാമ്പും ഈ നിമിഷത്തിനായാണ് കാത്തിരുന്നത്. അതെന്താ വെച്ചാൽ നന്നായാണ് ആ ഇന്ത്യ തിരിച്ചടിച്ച് നിങ്ങൾ ആ സംസാരിച്ചപ്പോൾ തന്നെ രോമങ്ങൾ ഒരു കുളിർമ വന്നിട്ട് അങ്ങനെ ആയിക്കണം. അതിന് മേലാൽ ഇങ്ങോട്ട് ഒന്നിനും വരരുത്. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും നന്നായതാണ്. അഭിമാനമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസുരക്ഷ നമ്മൾ നോക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇന്ത്യ തിരിച്ചടിച്ച് കേൾക്കുമ്പോൾ തന്നെ പ്രൗഡ് മൊമെൻ്റ് ആണ്. എന്തായാലും ആവശ്യമുള്ള കാര്യം തന്നെ, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ തിരിച്ചടി. അത് എന്തായാലും നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ല, പിന്നെ നമ്മൾ പിന്നെ ഇന്ത്യയിൽ ജീവിക്കുന്നത്, പാകിസ്ഥാനോട് നമ്മൾ എന്തായാലും പ്രതികരിക്കണം. നല്ലതായി പോയി തിരിച്ചടിച്ചല്ലേ. രാവിലെ ന്യൂസിലും കണ്ടിട്ടാ വന്നേ. അത് തിരിച്ചടിക്കേണ്ടതാണല്ലോ ഇന്ത്യ. അപ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ. അടിച്ചില്ലെങ്കിലാണ് പ്രശ്നം. പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ തിരിച്ചടി കൊടുത്ത് വളരെ നല്ല കാര്യം. വേണ്ടി വന്നാൽ കൂടുതൽ ശക്തമായി പാകിസ്ഥാനെ അടിച്ച് തകർക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ജനങ്ങൾക്കും ഉറപ്പുള്ളൊരു കാര്യം തന്നെയായിരുന്നു ശക്തമായിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളത്. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. നല്ല കാര്യമല്ലേ, നമ്മുടെ ഇതിലുള്ള ആൾക്കാരെയല്ലേ അവർ കൊന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് വേണം. തെറ്റായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതിന് നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കുക തന്നെ വേണം. നമ്മളെ ഒന്ന് അടിച്ചിട്ട് പോയപ്പോൾ നമുക്ക് തിരിച്ചടിക്കണ്ടേ? അത് അടിച്ചത് നല്ല കാര്യമാണ്. അതിന് നമ്മളെ ഇന്ത്യയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുമ്പോഴാണ് മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാവുള്ളൂ. അവനെല്ലാം നമ്മൾ പണിയണം, ആയുധം വേണ്ട. വളരെ നല്ല കാര്യമല്ലേ, നേരത്തെ കൊടുക്കേണ്ടായിരുന്നു, ഇനിയും കൊടുക്കണം. പാകിസ്ഥാൻ കൊടുക്കേണ്ട മറുപടിയല്ല, അടിയാണ് കൊടുക്കേണ്ടത്. പാകിസ്ഥാൻ അത് അർഹിക്കുന്നുണ്ട്. 26 പേരെ കൊന്നതല്ലേ നമ്മുടെ ഇന്ത്യക്കാരെ, അതിനെ അടിക്കണം തിരിച്ച്. അതാ അടിക്കണ്ട. അല്ലാതെ
പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ തീവ്രവാദ സംഘടനകൾ കൊന്നൊടുക്കിയത്. ഇന്ത്യ ശക്തമായിട്ടൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ശക്തമായിട്ട് തന്നെ അടിക്കണം. പാവപ്പെട്ട നിരവധിയെ കൊല്ലണം എന്ന് നമ്മൾ പറയത്തില്ല. ഈ തീവ്രവാദത്തെ മൊത്തത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ചെയ്യും. പാകിസ്ഥാൻ എന്ന രാജ്യത്ത് തന്നെ തുടച്ചു മാറ്റി കാണണം. കാരണം മൊത്തം തീവ്രവാദികളാണ്. ഈ മേഖലയിൽ ഇതുപോലെ തീവ്രവാദ ആക്രമണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തേ മതിയാവും. നിർബന്ധം. ഇനി ഇന്ത്യയിലേക്ക് പോലെ ഭീകരാക്രമണമായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായത് ആ രീതിയിലായിരിക്കണം തിരിച്ചടി. കൊടുത്ത മറുപടി പോരാന്നാണ് ഉദ്ദേശം. ഇനി അതിനെ ശക്തമായിട്ട് ചെയ്യണം എന്നുള്ള സന്തോഷത്തിലല്ല അടി തുടങ്ങിയെന്ന് കേട്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് ഉണ്ടാവില്ല. അവർ യാതൊരു സംശയം വേണ്ട, അവരിനി ഉണ്ടാവില്ല. കഴിഞ്ഞവർ ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടെങ്കിൽ അതൊന്ന് ഒറ്റയ്ക്കായിരിക്കും അടിക്കുക. അതേപോലെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് നിരമ്പരശാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ, തിരിച്ചടി കിട്ടും എന്നുള്ള. അപ്പം സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇത്ര കാലം. എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് തീരും. പക്ഷെ ഇപ്പം വാറായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പം സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായ കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത്. അത് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണുങ്ങൾക്കും? അപ്പം തിരിച്ചടിക്കണം, തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഭീകരവാദികളെ. അല്ലാതെ ഇനി വേണ്ട, അവർ വേണ്ട. അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട്. സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളെയും കൊല്ലുന്ന സ്ത്രീകൾ പറയുമ്പോൾ പറയാം വേണ്ട, മോദീൻ്റെ അടുത്ത് പോയി പറയാൻ, നിങ്ങളെ വെച്ചിട്ട് വേണം മോദി ഇതറിയാനെന്ന്. നമ്മൾ ആരെയോ അങ്ങോട്ട് ആക്രമിക്കൂല ഇന്ത്യക്കാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മൾ ആക്രമിച്ചാൽ തിരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആക്രമിക്കണം. അതിൻ്റെ സന്തോഷം. ഓപ്പറേഷന്റെ പേരറിഞ്ഞിട്ടില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂർ, അത് പെണ്ണുങ്ങളെ സിന്ദൂരം മായ്ച്ചത് കൊണ്ടായിരിക്കും അല്ലേ ആ പേര്. പാകിസ്ഥാന് നൽകാൻ ഇനിയും മറുപടികൾക്ക് കരുത്തുള്ള ഒരു രാജ്യം. അന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം വൈറലായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു നേവൽ ഓഫീസറിൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 7 ദിവസം മാത്രം പ്രായമുള്ള ബന്ധതയുള്ള ഒരു സ്ത്രീ. യെസ്, ആ കുട്ടിയുടെ സിന്ദൂരമാണ് ഇവിടെ വന്നുകൊണ്ട് മായ്ച്ചിരിക്കുന്നത്. അതുപോലെ എത്ര സ്ത്രീകളുടെ സിന്ദൂരം യുവമാരോടെ വന്ന് മായ്ച്ചിരിക്കുന്നു. तो उसके लिए जवाब है सालों हम तो यही है, सिंदूर के नाम पे तुम्हें मारेगा. അതാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്ന ഒറ്റ വികാരം കോർത്തിണക്കുന്ന നേരം. അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയമില്ല എന്ന് നമ്മുടെ ഫോറിൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു. അവർ ഇന്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു പ്രിയംപ്റ്റീവ് ആക്ഷനാണ്. അർത്ഥം അവർ പിന്നെ വരുന്ന മുമ്പ് തന്നെ അവരുടെ സ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനെയും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ്. ഈ 9 സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ 21 സ്ഥലത്തിൻ്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ്. ഈ 9 സ്ഥലത്തിലത്തെ 4-5 പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു. മുരിഡ്കി എന്ന് പറഞ്ഞ സ്ഥലം LETൻ്റെ ലഷ്കർ-e തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഒരു ഭാരതീയ ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തത്. രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള പ്രതികരണം വേണം എന്ന് തന്നെയാണ് ഇന്ത്യൻ ജനത പൊതുവെ ആഗ്രഹിക്കുന്നത്. രാജ്യം ആഗ്രഹിക്കുന്ന ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഫലപ്രദമായ ഒരു ചെറുത്തുനിൽപ്പ് വേണം എന്നുള്ള കാര്യം രാജ്യം അംഗീകരിച്ചതാണ്. സൈന്യത്തിനെ ചുമതലപ്പെടുത്തിയതാണ്. സൈന്യം ആ രീതിയിൽ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ദേശത്തെ പൗരന്മാർക്കും നിരന്തരം ഉപദ്രവവും ദ്രോഹവും അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യത്തെ ടെററിനെയാണ് നമ്മൾ ശിക്ഷിച്ചിരിക്കുന്നത്. തിരിച്ചടിയായിട്ടല്ല, ഇതൊരു ലോകനീതിയല്ല അല്ലേ? രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ അതിന് താക്കീത് നൽകുന്നു എന്നത് വഴി ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പും സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗം.
ഇന്ത്യൻ ആക്രമണത്തിൽ മറുപടി പാക് സൈന്യം നൽകുമെന്നാണ് പാവ സർക്കാരിന്റെ അവകാശവാദം. സിന്ദൂരിൽ പരിഭവിക്കാൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളെങ്കിലുമുണ്ട്. സംഹാരത്തിൽ കാത്തിരിക്കുന്നു സർവനാശം.